പച്ചമാങ്ങയൊക്കെ കഴിയുന്നതിന് മുമ്പ്, സീസണൊക്കെ തീരുന്നതിന് മുമ്പ് നമുക്ക് പച്ചമാങ്ങ വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്കും കൂടി ഉണ്ടാക്കിയാലോ? അപ്പോൾ പച്ചമാങ്ങ പക്കവടയാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഒരു സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ. കഴിച്ച് നോക്കിയപ്പോൾ നന്നായിട്ട് ഇഷ്ടമായി. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് പച്ചമാങ്ങ പക്കവട റെസിപ്പി. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കാണാം കേട്ടോ. ലൈക്ക് ചെയ്തിട്ട് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള പച്ചമാങ്ങ, മെയിനായിട്ട് നോക്കേണ്ടത് പുളിയില്ലാത്ത മാങ്ങ നോക്കിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം ഒരു 3 വലിയ മീഡിയം സൈസ് വലിപ്പത്തിലുള്ള സവാള സ്ലൈസായി അരിഞ്ഞിട്ട് അതിലേക്ക് തന്നെ നമുക്ക് പച്ചമാങ്ങ ഇങ്ങനെ ചിരണ്ടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു മാങ്ങ ഒരു 3/4 ഭാഗത്തോളം ഞാൻ എടുത്തിട്ടുണ്ട്. പുളിയില്ലാത്തത് നോക്കിയെടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു പച്ചമുളക് ചെറിയ ചെറിയ പീസസായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, മല്ലിയിലയുടെ ടേസ്റ്റ് താല്പര്യമാണെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തോളൂ. എന്നിട്ട് നമുക്കിത് കുറച്ച് പൊടികളൊക്കെ ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. അതായത് ഇച്ചിരി ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കടലമാവാണ് മെയിനായിട്ട് വേണ്ടത് കേട്ടോ. അരിപ്പൊടി ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ നമുക്കിത് കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് പച്ചമാങ്ങ പുളിയില്ലാത്തത് നോക്കിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അധികം പുളിയുള്ളതായാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാകത്തില്ല. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്നൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലോണം മുരുകുരാന്നാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. 2 വശവും ഒന്ന് നേരെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് കോരിമാറ്റാം. അങ്ങനെ ഓരോന്നും ഫസ്റ്റ് ട്രിപ്പ് ഞാനിവിടെ കോരിമാറ്റിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ട്രിപ്പ് അങ്ങനെ പെട്ടെന്ന് നന്നായിട്ട് ഓയിൽ ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ തേങ്ങാ ചട്നിയുടെ ഒപ്പമായാലും അതെല്ലാം നമ്മുടെ ടൊമാറ്റോ സോസിൻ്റെ ഒപ്പമായാലൊക്കെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ഇതുവരെ ഈ ഒരു പച്ചമാങ്ങ പക്കവട ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു മസ്റ്റ് ഐറ്റം തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്ന വിശ്വാസത്തോടു കൂടി നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് സോസ് വെച്ചിട്ട് നല്ല ക്രിസ്പിയാണ് കേട്ടോ. നല്ല കറുമുറാന്നിരിക്കുന്ന ഒരു സ്നാക്കാണ്. ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അത് ഞാനിപ്പോൾ ഇവിടുന്ന് കഴിക്കുന്നത് ടൊമാറ്റോ സോസിൻ്റെ കൂടെയാണ് കേട്ടോ. വൈകുന്നേരത്തെ ചായൻ്റെ കൂടെയൊക്കെ സൂപ്പർ സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന വിശ്വാസത്തോടു കൂടി താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.